ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. സ്നേഹമുള്ളവരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായി ഞങ്ങളുടെ അരികിലേക്ക് വരുന്ന നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വചനം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, ഞങ്ങളുടെ തിന്മകളെ കഴുകിക്കളയട്ടെ. തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ അരികിൽ വന്ന് ഞങ്ങൾക്ക് കാവലായി നിൽക്കണമേ, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും ബലഹീനതകളും പോരായ്മകളുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ എന്ന് ഏറ്റുപറയുന്നു. നിൻ്റെ സ്നേഹവും നിൻ്റെ പരിപാലനയും നിൻ്റെ സാന്നിധ്യവും കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം ഞങ്ങളോട് പറയുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ശാന്തമായി കാത്തിരിക്കുന്നത് ഏറെ ഉത്തമമാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന സങ്കീർത്തന വചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. ദൈവമേ, ഈ സമയം ഈ വചനം ശ്രവിക്കുന്ന, ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് യഥാർത്ഥ ദൈവമാണെന്ന്, ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാനെ അറിയാൻ ഇടവരുത്തണമേ. അങ്ങയുടെ പുതിയ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ചൂഴ്ന്നു നിൽക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. തമ്പുരാനെ, ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തുറക്കണമേ, ചിന്തകളെ നവീകരിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്നും ഒരു വചനഭാഗം വായിച്ചു കേൾക്കാം. 6-ാം അധ്യായം 66 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കും ചുറ്റുമുള്ളവർക്കും ചില പാഠങ്ങൾ പകർന്നു നൽകുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. തമ്പുരാൻ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് നിത്യജീവൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ജീവിക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ എൻ്റെ ശരീര രക്തങ്ങളിൽ ഭാഗഭാക്കുകളാകണം. പലർക്കും യേശു പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് യഹൂദർക്ക് മനുഷ്യമാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത
ഏറ്റവും വലിയ തിന്മയാണ്. അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്, നമുക്ക് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകാൻ ഇവന് എങ്ങനെ കഴിയും? അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവർ പറയുന്നു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തമ്പുരാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഒരു പക്ഷേ ഇന്നും വിശുദ്ധ കുർബാന എന്ന അത്ഭുതത്തിന് മുൻപിൽ, ഈ ചെറിയ തിരുവോസ്തിക്ക് മുൻപിൽ യാതൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു ലോകം നമ്മുടെ അരികിലുണ്ട്. ഇതിൽ നിറഞ്ഞ ദൈവസാന്നിധ്യമുണ്ടെന്ന്, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ തിരുവോസ്തി എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ ഇന്നും ഒരുപാടുണ്ട്. പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സത്യമാണ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. സ്നേഹമുള്ളവരെ, പക്ഷേ അതിനുശേഷം യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നിങ്ങളും മറ്റുള്ളവരുടേതുപോലെ എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് ഈശോയ്ക്ക് കൊടുക്കുന്ന മറുപടി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശിമയോൻ പറഞ്ഞു, 68-ാം തിരുവചനം, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. പത്രോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യത്തിൽ നിന്നും വരുന്ന ഒന്നാണിത്. ഞങ്ങൾ മറ്റാരുടെ അടുത്തേക്ക് പോകും? മറ്റെവിടേക്കും പോകാനില്ല, മറ്റാരെയും ആശ്രയിക്കാനില്ല. 69-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് പറയുന്നു, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് മനസ്സിലാകാതെ പോയവർക്ക് വേണ്ടി താൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ യേശു തയ്യാറല്ല. വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർക്കുള്ളതാണ് നിത്യജീവൻ എന്ന് അവിടുന്ന് വീണ്ടും പറയുകയാണ്. ഒരുപാട് പേർ അവനെ വിട്ടുപോയി. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്ത മുഖം എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ ഒപ്പം നടന്നില്ല എന്നുകൂടി വചനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദൈവത്തെ അനുഗമിച്ചവർ, ക്രിസ്തു സത്യമാണെന്ന് അറിഞ്ഞ മനുഷ്യർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അവനെ വിട്ടുപോയി. പക്ഷേ അതിലും വേദനാജനകം, പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല എന്നതാണ്. നമുക്കറിയാമല്ലോ, എത്ര തവണ ദൈവത്തെ വിട്ടുപോയാലും, എത്ര തവണ തമ്പുരാനിൽ നിന്നും അകന്നു പോയാലും തീർച്ചയായും നമുക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. തിരികെ വരുമ്പോൾ ഇരു കരങ്ങളും നീട്ടി ദൈവം നമുക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ടാകും. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് അതുപോലെയുള്ള മനോഹരമായ ഒരു ഉപമയല്ലേ? തിരികെ വരുന്ന മകനെ നോക്കി വീടിൻ്റെ പൂമുഖവാതിൽക്കൽ കാത്തിരിക്കുന്ന ഒരു പിതാവ്, മകനെ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ ഇരു കരങ്ങളും വിരിച്ച് അവൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുന്ന, ഓടിച്ചെന്ന് അവനെ വാരിപ്പുണരുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്നും അകന്നുപോയാൽ തിരികെ വരാനുള്ള ഒരു സാധ്യത എപ്പോഴും ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം നൽകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ ഒപ്പം നടന്നില്ല എന്നാണ് വചനം കുറിക്കുക. പത്രോസ്ലിഹായുടെ ചോദ്യം, മറ്റെവിടേക്ക് ഞങ്ങൾ പോകും? മറ്റാരും ഞങ്ങൾക്കില്ല. ആ ഒരു ബോധ്യം ആദ്യം യേശുവിനെ വിട്ടുപോയവർക്ക് ലഭിക്കാതെ പോയി എന്നതാണ് ദുഃഖകരം. സ്നേഹമുള്ളവരെ, പത്രോസ്ലിഹ മറ്റൊരർത്ഥത്തിൽ പറയുകയായിരുന്നു, ദൈവമേ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ നൽകുന്നത്, നീയാണ് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങളിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകാതെ ഞങ്ങളുടെ ഒപ്പം വസിക്കണമേ, ഞങ്ങളെ വിട്ടുപോകാതെ ഞങ്ങളുടെ ഒപ്പം വസിക്കണമേ. അതായിരുന്നു പത്രോസിൻ്റെ ഒരു പ്രാർത്ഥന. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ പ്രാർത്ഥന ഇതുതന്നെയായിരുന്നല്ലോ. മനോഹരമായ ഒരു സുവിശേഷ ഭാഗം. നിരാശയോടുകൂടി യേശു ഇനി തിരികെ വരില്ല എന്ന് കരുതി യാത്ര ചെയ്യുന്ന യേശുവിൻ്റെ 2 ശിഷ്യന്മാർ. അവരുടെ ഒപ്പം തമ്പുരാൻ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല യേശുവാണ് ഒപ്പം സഞ്ചരിക്കുന്നതെന്ന്. അവർ പല ചോദ്യങ്ങളും പരസ്പരം ചോദിക്കുന്നുണ്ട്, പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്.
അവരിൽ ക്ലയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. അതായത് ഇതൊക്കെ സംഭവിച്ചിട്ട് 3-ാം ദിവസമാണ്. അവൻ സകലരെയും രക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുക ഇനി അവർക്കൊരു പ്രതീക്ഷയില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതായത് യേശു ഇനി തിരികെ വരില്ല, ഈ ജീവിതത്തിലേക്ക് യേശുവിനൊരു മടങ്ങിവരവില്ല എന്ന് ചിന്തിച്ച് ജെറുസലേമിൽ നിന്നും തങ്ങളുടെ ദൗത്യം നിറവേറേണ്ട ഇടത്തു നിന്നും മടങ്ങിപ്പോകുന്ന 2 ശിഷ്യന്മാർ. പ്രിയമുള്ളവരെ, തമ്പുരാൻ ഒപ്പം യാത്രയാരംഭിച്ചു. അവർ തിരിച്ചറിയുന്നില്ല. പക്ഷേ നേരം സന്ധ്യയോടടുത്തപ്പോൾ, തങ്ങളുടെ മുൻപിൽ ഇരുൾ പടർന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ആദ്യം പത്രോസിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ആ പ്രാർത്ഥന പ്രകടമായി കാണുന്നത് ഈ വചനഭാഗത്തിലാണ്. അവർ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. 28-ാം തിരുവചനം, 24-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ, അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. നേരം വൈകിയിരിക്കുന്നു, പകൽ അസ്തമിക്കാറായി. ഇതാ മുൻപിൽ അന്ധകാരമാണ്, ഇരുളാണ്. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ഒപ്പം വസിക്കണമേ. മറ്റെവിടേക്കും ഞങ്ങൾക്ക് പോകാനില്ല, മറ്റാരെയും ആശ്രയിക്കാനില്ല. നിന്റെ പക്കലാണ് പ്രകാശം, നിന്റെ പക്കലാണ് ജീവൻ. അതുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശിഷ്യരുടെ ജീവിതം. വചനം പറയുന്നു, അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ഈശോ അപ്പം മുറിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു. അവർ പറഞ്ഞു, അവർ നമ്മോട് സംസാരിച്ചപ്പോൾ, വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? സ്നേഹമുള്ളവരെ, ദൈവം അടുത്തു വന്നിരിക്കുമ്പോൾ, ദൈവം അരികിൽ വന്ന് സംസാരിക്കുമ്പോൾ ഈ ശിഷ്യരുടെ അനുഭവം ഇതാണ്. ഹൃദയം ജ്വലിക്കുന്നു, അവരുടെ കണ്ണുകൾ തുറക്കുന്നു, പുതിയ ഒരു ജീവനിലേക്ക് പ്രവേശിക്കുന്നു. പത്രോസ്ലിഹ അത് തന്നെയല്ലേ പറയുക? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുവചനത്തിൽ ഈശോ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അത് ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ ജീവൻ അത് തമ്പുരാനിൽ മാത്രമാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങൾ നിന്നെയും വിട്ടുപോകില്ല, നമുക്കൊരുമിച്ചായിരിക്കാം. ഇവിടെ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങളുടെ കൂടെ വസിക്കണം. സ്നേഹമുള്ളവരെ, അവർ ഒരുപാട് ശക്തിപ്പെട്ട്, ഒരുപാട് ഹൃദയം ജ്വലിക്കുന്ന അനുഭവത്തോടെ തങ്ങളുടെ ഭയപ്പാടുകളെയും നിരാശകളെയും എല്ലാം മാറ്റിവെച്ച് ദൈവമൊപ്പമില്ല എന്നുള്ള ചിന്തയിൽ നിന്നുമെല്ലാം മോചിതരായി ഇതാ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുക. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം ഇസ്രായേലിൻ്റെ നേതാവായ മോശയെക്കുറിച്ചും ഇസ്രായേൽ ജനതയെക്കുറിച്ചും സമാനമായൊരു ചിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. 34-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. വീണ്ടും 8-ഉം 9-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുക, മോശ ഉടനെ
നിലം പറ്റെ കുമ്പിട്ടാരാധിച്ചു. ദൈവം ഇത് പറഞ്ഞപ്പോൾ മോശ അവനെ നിലം പറ്റെ കുമ്പിട്ടാരാധിക്കുകയാണ്. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയോട് സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. സ്നേഹമുള്ളവരെ, എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ മോശ പറയുന്നു, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും ഞങ്ങളുടെ കൂടെ വരണമേ. മോശയെക്കുറിച്ച് നമുക്കറിയാം, ഒരുപാട് കുറവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു. വലിയ പാപം ചെയ്തതിന് ശേഷമാണ് ദൈവം മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കൊല ചെയ്ത് മോശ മറവ് ചെയ്തു. ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും മോശയ്ക്ക് പറയാനായി ഒരുപാട് കുറവുകളും പോരായ്മകളുണ്ട്. എനിക്ക് സംസാരിക്കാൻ പാടവുമില്ല, അങ്ങനോട് സംസാരിച്ചപ്പോൾ പോലും എനിക്ക് ശരിയായി സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ വിക്കുള്ള ഒരു മനുഷ്യനാണ്. ഒപ്പം മോശ പറയുന്നുണ്ട്, ഈ ജനത്തോട് ഞാൻ എത്ര സംസാരിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ എന്നെ ശ്രവിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇങ്ങനെ കുറവുകൾ നിരത്തുന്ന ഒരു മോശയുടെ ചിത്രം പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൂടെ അങ്ങ് വരണം. അങ്ങ് എപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നുവോ അപ്പോൾ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയുള്ളൂ. മനോഹരമായിട്ടുള്ള ഒരു ചിന്ത. ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് നമുക്കും പറയാൻ പറ്റണം, എപ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നുവോ, എപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് തമ്പുരാനെ അങ്ങ് കടന്നു വരുന്നുവോ അപ്പോൾ മാത്രമേ ഞാൻ എൻ്റെ യാത്ര തുടരുകയുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഈ ലൂക്കാസ് വിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ നാം കാണുന്ന പ്രാർത്ഥന ഇതാ പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൽ മറ്റൊരു വിധത്തിൽ വചനം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. കൂടെ വരണം. ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം 40-ാം അധ്യായം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിക്കുക: അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം, മോശയുടെ ജീവിതം നമുക്ക് മുൻപിൽ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവം കൂടെയുള്ളതിൻ്റെ അടയാളമാണ് മേഘത്തിൻ്റെ സാന്നിധ്യം. മേഘം എപ്പോൾ അവരുടെ മുൻപിൽ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നുവോ അപ്പോൾ മാത്രമേ അവർ ഒരു ചുവടെങ്കിലും മുൻപിലേക്ക് വച്ചുള്ളൂ. മേഘം കൂടാരത്തിൽ നിന്നും ഉയരാത്തിടത്തോളം, മേഘം മുൻപിലേക്ക് വഴി നടത്താത്തിടത്തോളം ആ ജനം യാത്ര ചെയ്തില്ല എന്നാണ് അവരെക്കുറിച്ച് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരം യാത്ര ചെയ്യുന്ന മനുഷ്യരാണെന്ന് ചിന്തിക്കണം. തനിയെ യാത്ര ചെയ്യുമ്പോൾ, ദൈവമില്ലാതെ മുൻപോട്ട് പോകുമ്പോൾ അത് വലിയ പരാജയങ്ങളിലും വലിയ നഷ്ടങ്ങളിലും ഒരുപക്ഷെ ചെന്നെത്തും. ആ യാത്രയിൽ തനിച്ചായി പോകുമ്പോൾ അന്ധകാരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വരുന്ന അവസ്ഥ നമുക്കുണ്ടാകും. നേരം സന്ധ്യയായി, പകൽ അസ്തമിക്കാറായി, ഞങ്ങളോട് കൂടെ വസിക്കണം എന്നൊരു പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, ബുദ്ധിക്കതീതമായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ അപ്പോഴെല്ലാം ദൈവത്തെ വിട്ടുപേക്ഷിക്കുന്ന മനുഷ്യരാകാതെ, തമ്പുരാനെ, അങ്ങയുടെ പക്കൽ മാത്രമാണല്ലോ ജീവൻ്റെ വചനങ്ങളുള്ളത്, അങ്ങ് മാത്രമാണല്ലോ ജീവൻ പകരുന്ന ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ അത് ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ കൂടെ വസിക്കണം, ഞങ്ങൾ നിന്നെ വിട്ടുപോകില്ല എന്ന് പറയുന്ന വ്യക്തികളായി നമുക്ക് മാറണം. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതവുമൊക്കെ ദൈവത്തെ മറന്നു പോകുന്ന ഒന്നായിത്തീരുന്നു. നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ യാത്ര ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ മോശയെപ്പോലെ
നമുക്കും പറയാൻ കഴിയണം, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നെങ്കിൽ മാത്രമേ, അങ്ങ് എൻ്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ ഞാൻ മുൻപോട്ട് യാത്ര ചെയ്യൂ. ഇസ്രായേൽ ജനം പറഞ്ഞു, ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രമേ ഞങ്ങൾ യാത്ര ചെയ്യൂ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതവും അതുപോലെയാകട്ടെ. ദൈവം ഒപ്പമുള്ളപ്പോൾ മാത്രം യാത്ര ചെയ്യുന്ന വ്യക്തികളായി, ദൈവത്തെ അരികിൽ വിളിച്ചു നിർത്തിയിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം. ഏശയ്യാ പ്രവചനത്തിൻ്റെ 55-ാം അധ്യായം 6-ാം തിരുവചനം മനോഹരമായ ഒരു വചനഭാഗമാണ്. വചനം നമ്മോട് പറയുന്നു, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ, അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. വചനം ഇതാണ്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദൈവം അരികെയുള്ളപ്പോൾ, ദൈവം ഒപ്പം യാത്ര ചെയ്യാൻ കടന്നു വരുമ്പോൾ തമ്പുരാനോട് പറയാൻ കഴിയണം, ഇന്ന് ഞങ്ങളുടെ ഒപ്പം വസിക്കണമേ. നേരം സന്ധ്യയായി, ഞങ്ങളുടെ മുൻപിൽ ഇരുട്ടാണ്, വഴി തെളിയിക്കണമേ. വചനം പറയുന്നുണ്ടല്ലോ, ഏശയ്യാ പ്രവചനം 30-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനങ്ങൾ. ഇങ്ങനെയാണ് വചനം പറയുക, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവം ഒപ്പം നടന്ന് ഒപ്പം യാത്ര ചെയ്ത് വഴി തെളിച്ചു തരും. സ്നേഹമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. കുടുംബം ഒരുമിച്ച് തമ്പുരാൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളോട് കൂടെ വസിക്കണമേ. വചനം പറയുന്നു, അന്ന് അവൻ അവരോടുകൂടെ വസിക്കാനായി കയറി. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സ്വരം കേട്ട് ദൈവം വസിക്കാനായി കടന്നു വരും. അവൻ്റെ പക്കൽ മാത്രമാണ് ജീവനുള്ളത്, അവന് മാത്രമാണ് ജീവൻ നൽകാൻ കഴിയുക. സ്നേഹമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ അരികിൽ വന്ന് നമ്മോടൊപ്പം വസിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ജീവൻ പകരട്ടെ. ആമേൻ.